ആദ്യം നമ്മൾ പോകുന്നത് ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ CPI CPM പോരിനെ കുറിച്ചുള്ള വാർത്തകളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ചിഞ്ചുറാണി പൊട്ടിത്തെറിച്ചു, പക്ഷേ സംയമനത്തോടു കൂടിയാണെങ്കിലും അതൃപ്തി അറിയിച്ചു ബാക്കിയുള്ള CPI മന്ത്രിമാർ. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കാര്യമായ ആ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല. മുറുമുറുപ്പ് ശക്തമാണോ CPIക്കുള്ളിൽ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. CPIയിൽ ബജറ്റ് അവഗണനയുമായി ബന്ധപ്പെട്ട മുറുമുറുപ്പുകൾ വളരെ ശക്തമാണ്. ഇത് ഏത് തരത്തിൽ ഉന്നയിക്കണം, ഏത് തരത്തിൽ പരിഹാരം കാണണമെന്ന തരത്തിലുള്ള ആലോചന CPIയുടെ നേതൃതലത്തിലും നടക്കുന്നുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ ഇതുമായി ബന്ധപ്പെട്ട പരസ്യപ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിലും അദ്ദേഹത്തിനും ചില പരാതികളും പരിഭവങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റവന്യൂ വകുപ്പിന് വിഹിതം കുറഞ്ഞിട്ടില്ല. റവന്യൂ വകുപ്പിന് ബജറ്റ് വിഹിതം 2023-24 സാമ്പത്തിക വർഷം 80 കോടി രൂപയായിരുന്നു. അത് 2024-25 ഈ പുതിയ ബജറ്റിൽ 81 കോടി രൂപ, 1 കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ട 3 പ്രധാന പദ്ധതികൾ ബജറ്റ് അവഗണിച്ചു എന്നതാണ് റവന്യൂ വകുപ്പിൻ്റെ പരാതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാക്ഷരതാ പദ്ധതിയാണ്. അതായത് റവന്യൂ വകുപ്പിൻ്റെ മിക്ക സേവനങ്ങളും ഇപ്പോൾ ഓൺലൈൻ സേവനങ്ങളാണ്. ഈ ഓൺലൈൻ സേവനങ്ങളെപ്പറ്റി ജനങ്ങൾ ആശ്രയിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളെയാണ്. അതിന് പകരം ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കുക, പ്രത്യേകിച്ച് മൊബൈൽ ഫോണും ടാബും ഡെസ്ക്ടോപ്പും ഒക്കെ എല്ലാവരുടെയും പക്കലുള്ള സാഹചര്യത്തിൽ ഈ എങ്ങനെയാണിത് ചെയ്യേണ്ടതിനെപ്പറ്റി പഠിപ്പിക്കാനുള്ളൊരു ഈ സാക്ഷരതാ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിനായി 5 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. ഈ പദ്ധതി അവഗണിച്ചു. ഇതോടൊപ്പം തന്നെ സർവേ മ്യൂസിയം സ്ഥാപിക്കണം എന്നൊരു നിർദ്ദേശം കൂടി റവന്യൂ വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. 1800 മുതൽ ഉള്ള ഈ രേഖകൾ, ഭൂരേഖകൾ, അന്നത്തെ സർവേ മാർഗ്ഗങ്ങൾ തുടങ്ങിയതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഈ സർവേ ഡയറക്ടറേറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. ഇതെല്ലാം ആളുകൾക്ക് കാണത്തക്ക വിധത്തിലൊരു പ്രദർശനം നടത്താനുള്ള ഒരു മ്യൂസിയം സ്ഥാപിക്കണമെന്ന് പ്രപ്പോസ് ചെയ്തിരുന്നു. അതിന് 5 കോടി രൂപ ആവശ്യപ്പെട്ടു. അതും നടന്നില്ല. മറ്റൊന്ന്, ഈ ഭൂമിയുടെ ഫെയർ വാല്യൂ പുനഃക്രമീകരിക്കണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജോലികൾ റവന്യൂ വകുപ്പോടുകൂടിയാണ് ചെയ്യേണ്ടത്. ഇതിന് പുതുതായി സ്റ്റാഫിനെ എടുക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി 10 കോടി ആവശ്യപ്പെട്ടു. ഈ 10 കോടിയും റവന്യൂ വകുപ്പിന് നൽകിയില്ല. ഇത്തരത്തിലുള്ള പരാതിയാണ് റവന്യൂ വകുപ്പിനുള്ളത്. എന്നാൽ ബജറ്റ് വിഹിതം കഴിഞ്ഞ തവണത്തേക്കാൾ 80 കോടിയിൽ നിന്ന് 81 കോടി രൂപയായി വർദ്ധിച്ചു എന്നതാണ് വാസ്തവം. റൈറ്റ്. എന്തായാലും കെ രാജന് ആ രീതിയിലുള്ള വലിയ പരാതി നമ്മൾ കേട്ടില്ല. അതിൻ്റെ കാരണം ഇതാണെന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് ദില്ലിയിലെ നാളത്തെ സമരമാണ്. ദില്ലിയിൽ സമരം ചെയ്യാൻ വേണ്ടി എല്ലാ മന്ത്രിമാരും ദില്ലിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയാണ് സമരം. അപ്പോൾ ഇന്നിപ്പോൾ ദില്ലിയിൽ എല്ലാ മന്ത്രിമാരും പോയി കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ തലസ്ഥാനം, ഭരണസിരാ കേന്ദ്രം നിശ്ചലമാകാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ഡൽഹിയിലേക്ക് പോയി. അദ്ദേഹം രാത്രിയോടെ ഡൽഹിയിലെത്തി. ഏതാണ്ട് പകുതി മന്ത്രിമാരും ഇന്നലെ രാത്രിയോടുകൂടി ഡൽഹിയിലെത്തി. ഈ മൂടൽമഞ്ഞും മറ്റും കാരണം പകൽ യാത്ര, അവിടെ ലാൻഡ് ചെയ്യുന്നതിനൊക്കെ പ്രശ്നങ്ങൾ, രാത്രിയിലാണ് പല മന്ത്രിമാരും ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. എന്തായാലും എല്ലാ മന്ത്രിമാരും ഇന്ന് ഉച്ചയോടുകൂടി ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഡൽഹിയിലേക്ക് പോയതോടെ നമ്മുടെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റും ഒപ്പം തന്നെ തലസ്ഥാനവും ഒക്കെ തന്നെ ഒരു നിശ്ചലാവസ്ഥയിൽ അഭിമുഖീകരിക്കുകയാണ്. ഇനി 2 ദിവസം സെക്രട്ടേറിയറ്റിലും മറ്റും ഒരു ഹോളിഡേ മോഡിൻ്റെ അന്തരീക്ഷമാണ് പൊതുവായി ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും കേന്ദ്രവിരുദ്ധ സമരത്തിനായി മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹം അവിടെ വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. ഡൽഹിയിൽ ദേശീയ മാധ്യമങ്ങളടക്കം വിളിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് അറിയുന്നുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകളും ഡൽഹിയിൽ നിന്ന് നടക്കും. എന്തായാലും ഇതിനിടയിൽ നടക്കുന്ന മറ്റൊരു കാര്യം ഈ നമ്മുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമാണ്. ഇതിനിടയ്ക്ക് കോൺഗ്രസിന് സമരാഗ്നി പരിപാടി സംഘടിപ്പിക്കണം. ഇതിനിടയിലെല്ലാം ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. UDF-ലെ സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി നിൽക്കുന്നു. ലീഗിൻ്റെ 3ാം സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം വളരെ സജീവമായി UDF പാളയത്തിലും നടക്കുന്നുണ്ട്. എന്തായാലും ഭരണസിരാ കേന്ദ്രം നിശ്ചലമാണ്. പക്ഷേ ഡൽഹിയിലെ തിരുവനന്തപുരത്തെ ബ്യൂറോ വളരെ ചലനാത്മകമാണ്. ഇന്നൊട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഭരണസിരാ കേന്ദ്രത്തിൽ മന്ത്രിമാരൊന്നും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കുമല്ലോ അല്ലേ? കാര്യങ്ങൾ ഉഷാറായി നടക്കും. അങ്ങനെ നടക്കണമല്ലോ. കാരണം ഒരു സംവിധാനം ആവുമ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും 1.5 മാസക്കാലത്തോളം മാറി നിന്നു. അപ്പോഴും ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ഭരണത്തിൻ്റെ ഗൗരവം കുറയുന്നുണ്ടാവാം. പക്ഷേ എന്നാലും ഇവിടുത്തെ ജോലികൾ നടക്കും. കാരണം ജീവനക്കാർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക. ഓക്കെ. മാത്രമല്ല പങ്കാളിത്ത പെൻഷനും ഒരു ഗഡു ക്ഷാമബത്തയും ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസകരമായ ഒരു ബജറ്റായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. താങ്ക് യു ശ്രീജിത്തെ. അപ്പോൾ ഞാൻ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വരാം.